നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ കൂളോംസ് ലായുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതിൽ നിന്നും നമ്മൾ മറ്റൊരു മീഡിയത്തിലാണ് ചാർജ് വെച്ചാൽ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് ന്യൂമറിക്കൽസും കൂടാതെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പെർമിറ്റിവിറ്റി എന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്താ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ സ്വാധീനിക്കുന്ന മീഡിയത്തെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് പെർമിറ്റിവിറ്റി. ഇപ്പോൾ പെർമിറ്റിവിറ്റി കൂടുന്തോറും എന്താ സംഭവിക്കുക? ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കുറയും. അപ്പോൾ ഏറ്റവും പെർമിറ്റിവിറ്റി കുറഞ്ഞതാണ് ആർക്ക്? ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി. അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയതാണ്. ε0 എന്ന് നമ്മൾ സൂചിപ്പിക്കും. ε0 ഈക്വൽ ടു 8.85 into 10⁻⁻12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. മറ്റൊരു മീഡിയ ആയപ്പോൾ നമ്മൾ ഫോഴ്സ് എഴുതിയായിരുന്നു. എഫ് ഈക്വൽസ്, സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ കാണിക്കാം, അത് കാണുക. F equal to 1/4π∈. അവിടെ നമ്മൾ ε0 എന്നുള്ള ടൈം മാറിപ്പോ എപ്സിലോൺ ഇൻറ്റു Q1 Q2/r². അപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് മീഡിയത്തിന്റെ, നമ്മൾ ഏത് മീഡിയത്തിലാണോ, അതായത് ഫ്രീ സ്പേസ് അല്ലാതെ ഏത് മീഡിയത്തിലാണോ ചാർജ് വെക്കുന്നത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ. ഇപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം പെർമിറ്റിവിറ്റി ഓഫ് ഗ്ലാസിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 3.01 into 10⁻⁻11 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ അത് 7.12 into 10⁻⁻10 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം അത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയേക്കാൾ കൂടുതലാണ്. അപ്പൊ പെർമിറ്റിവിറ്റി കൂടുന്തോറും ഫോഴ്സ് കുറയും, അതായത് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കുറയും. അപ്പൊ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഇറ്റ് റെഡ്യൂസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ്, അല്ലെങ്കിൽ ഇറ്റ് റെഡ്യൂസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ്. അപ്പൊ നമുക്ക് ആ ഫോഴ്സിന്റെ ഫ്രീ സ്പേസിന്റെയും അതേപോലെ തന്നെ ഒരു മീഡിയത്തിലുമുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. നിങ്ങൾ സ്ക്രീൻ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഞാൻ എഴുതുന്നത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിൽ രണ്ട് ചാർജുകൾ Q1 and Q2 are the magnitudes of the charges separated by a distance r. Then what's the equation? F equals 1/4π∈0 or ε0 into Q1 Q2/r². Then the same two charges are placed in another medium with a permittivity epsilon and separated by the same distance r. So what is the equation? F in medium equals, so I am writing Fm, subscript at m എന്ന് എഴുതുന്നു, മീഡിയത്തിലാണെന്ന് തിരിച്ചറിയാൻ. Fm equals 1/4π∈ then into Q1 Q2/r². So now we have two equations, one in free space or vacuum and other in a medium with the permittivity epsilon. Now I am going to divide the two equations. ഞാൻ ഇത് രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് ഇൻ മീഡിയം അതേപോലെ തന്നെ ഫോഴ്സ് ഇൻ വാക്യൂം ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം എന്താ കിട്ടുക? സോ നമുക്ക് കിട്ടുന്നത്
ഇപ്പോൾ 1/4πε0 into Q1 Q2 by R square ഉണ്ട്, 1/4πε Q1 Q2 by R square ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ we get force in vacuum divided by force in medium equals epsilon by epsilon 0. Now we get a new ratio. What is epsilon? Epsilon is the permittivity of the medium and epsilon 0 is what? The permittivity of free space or vacuum. So it is another constant. Permittivity of any medium to permittivity of free space or vacuum is called relative permittivity, or it is otherwise called dielectric constant or specific inductive capacity എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ epsilon by epsilon 0 is the relative permittivity or dielectric constant. We denoted either as epsilon r or k, capital letter K. അപ്പോൾ force in air or vacuum divided by force in medium equal to the relative permittivity of the medium. അപ്പോൾ what is the force in medium? From that equation we can write force in air or vacuum divided by K. K means dielectric constant. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ എയറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാക്വത്തിൽ ഇരിക്കുമ്പോൾ എത്ര ഫോഴ്സ് ആണോ ആ ഫോഴ്സിന്റെ K ടൈംസ്, അത് ആ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണോ അത്രയും ടൈംസ് കുറയും ആ മീഡിയത്തിൽ. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടുന്തോറും അല്ലെങ്കിൽ മീഡിയങ്ങളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ മീഡിയത്തിൽ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത്, അതായത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. സോ വാട്ട് ഹാപ്പൻസ്? The force in medium is always less than the force in free space or vacuum. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടുന്തോറും ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കുറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അഥവാ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ രണ്ട് ചാർജുകൾ ഒരു നിശ്ചിത അകലത്തിൽ നമ്മൾ എയറിൽ വച്ചിരിക്കുമ്പോൾ എത്ര ഫോഴ്സ് ആണോ ഉള്ളത് അതിന്റെ 81, അതായത് 81 ടൈംസ് കുറവായിരിക്കും അതേ ചാർജുകൾ അതേ അകലത്തിൽ നമ്മൾ വാട്ടറിൽ പ്ലേസ് ചെയ്താൽ. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഒന്ന്, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയേക്കാൾ എത്രമാത്രം കൂടുതലാണ്. രണ്ട്, ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയിൽ നിന്നും ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലുള്ളതിനേക്കാൾ എത്ര ടൈംസ് കുറവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ഒരു സിസ്റ്റം ഓഫ് ചാർജസ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചാർജിൽ മറ്റനേകം ചാർജുകൾ കൊണ്ടുണ്ടാകുന്ന റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയും ചെയ്യും. അപ്പോൾ ആദ്യമായി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിളിന്റെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലായിട്ട് 3 ചാർജുകൾ വയ്ക്കും. അതെല്ലാം Q എന്ന് എടുക്കാം. Q എന്ന് പറയുന്ന ചാർജ് എല്ലാം പോസിറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ ഇപ്പോൾ ട്രയാങ്കിൾ, ഞാൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരച്ചു. സ്ക്രീൻ നോക്കുക. അതിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ് A എന്ന് എടുക്കാം. ബിക്കോസ് ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, 3 സൈഡും ഈക്വൽ ആയിരിക്കും, 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിളും 60 ഡിഗ്രി വീതമാണ്. അപ്പോൾ അതിൻ്റെ 3 കോർണേഴ്സിലായിട്ട് ഞാൻ 3 ചാർജ് പ്ലേസ് ചെയ്യുന്നു. ഈക്വൽ മാഗ്നറ്റ്യൂഡ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിയററ്റിക്കലായിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ആ ചാർജിന്റെ സ്ഥാനത്ത് ന്യൂമറിക്കലായിട്ട് ഇപ്പോൾ 3 കൂളോം വന്നോ അല്ലെങ്കിൽ 3 മൈക്രോ കൂളോം വന്നൊക്കെ വന്നാലും നമ്മൾ ചെയ്യുന്ന രീതി ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ Q എന്ന് പറയുന്ന ഒരു ചാർജ് പ്ലേസ് ചെയ്തു. എല്ലാ ചാർജും Q തന്നെ എടുക്കാം, പോസിറ്റീവ് ആണെന്ന് എടുക്കാം. അപ്പോൾ 3 കോർണേഴ്സിലായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരേ മാഗ്നറ്റ്യൂഡുള്ള Q എന്ന് എടുത്തു, ആ ചാർജ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൽ C എന്ന് പറയുന്ന കോർണറിൽ ഇരിക്കുന്ന ചാർജിൽ റിസൾട്ടന്റ് ആയിട്ട് എത്ര ഫോഴ്സ് ഉണ്ടെന്നാണ്, യൂസിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ C എന്ന് പറയുന്ന കോർണറിൽ ഇരിക്കുന്ന ചാർജായ ആ Q എന്ന് പറയുന്ന മാഗ്നറ്റ്യൂഡുള്ള ചാർജിൽ ഏതൊക്കെ ചാർജുകൾ കൊണ്ട് ഫോഴ്സ് ഉണ്ട്? എയിലിരിക്കുന്ന പോസിറ്റീവ് ചാർജായ Q കൊണ്ടും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്.
ഇനി ബി എന്ന് പറയുന്ന കോർണറിൽ ഇരിക്കുന്ന ക്യൂ എന്ന് പറയുന്ന മാഗ്നറ്റ്യൂഡുള്ള ചാർജ് കൊണ്ടും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഫോഴ്സിന്റെ നേച്ചർ എന്താണ്? എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട് ദ ഫോഴ്സ് ഈസ് റിപ്പൽസീവ്. അപ്പോൾ ഫിഗറിൽ നിങ്ങൾ നോക്കുക, സ്ക്രീനിൽ നോക്കുക. അപ്പോൾ എയിലിരിക്കുന്ന ചാർജ് സിയിലിരിക്കുന്ന ചാർജിനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ ഞാൻ അവിടെ വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് വേണമെങ്കിൽ നമുക്ക് F1 എന്നോ അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ ദ തേർഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് എന്നൊക്കെ നമുക്ക് ലേബൽ ചെയ്യാം. ഇനി അടുത്ത് ഇതേപോലെ ബിയിലിരിക്കുന്ന ചാർജ് കൊണ്ട് സിയിലിരിക്കുന്ന ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അതും വെക്ടർ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് ഞാൻ F2 എന്ന് എടുക്കുന്നു. F2ന്റെ ഡിറക്ഷൻ അവിടെ വെക്ടർ കൺസെപ്റ്റ് ഉപയോഗിച്ച് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. വെക്ടർ വരയ്ക്കാൻ അറിയാം. റിപ്പൽസീവ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ചാർജിൽ നിന്നും എവേ ആയിട്ടാണ് ആ വെക്ടർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ട് ഫോഴ്സുകളുടെ മാഗ്നറ്റ്യൂഡ് നമുക്ക് എഴുതാം. അതിനുമുമ്പ് നമ്മൾ അസ്യൂം ചെയ്യാം ഈ ചാർജ് ഇരിക്കുന്നത് എവിടെ, ഈ മൂന്ന് ചാർജുകൾ ഇരിക്കുന്നത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ F1 എഴുതിയാൽ എന്ത് കിട്ടും? 1/4πε0 അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/4πε0യുടെ സ്ഥാനത്ത് 9 × 10⁻⁹ എന്ന് എഴുതാം. ഇൻറ്റു Q1 Q2 R² ആണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ Q1 ഉം Q2 ഉം ഈക്വൽ മാഗ്നറ്റ്യൂഡ് ആണ്. അപ്പോൾ Q ഇൻറ്റു Q, അപ്പോൾ Q² എന്ന് എഴുതാം. ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും A ആണ്. അപ്പോൾ A² എന്ന് എഴുതാം. അപ്പോൾ F1ന്റെ ഇക്വേഷൻ എന്ത് കിട്ടി? 1/4πε0 Q² ബൈ A². ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് ലേബൽ ചെയ്യാണ്. ഇതേപോലെ ഞാൻ ഇനി ബി എന്ന് പറയുന്ന കോർണറിലിരിക്കുന്ന ചാർജ് കൊണ്ട് സി എന്ന് പറയുന്ന കോർണറിലിരിക്കുന്ന ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സും എഴുതാം. അതാണ് നമ്മൾ F2 ആയിട്ട് ലേബൽ ചെയ്തത്. സോ വാട്ട് ഈസ് F2? അഗൈൻ we write the equation 1/4πε0 Q into Q by A². അപ്പോൾ Q² by A². ആ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫോഴ്സസ് ആർ ഓഫ് ഈക്വൽ ഇൻ മാഗ്നറ്റ്യൂഡ്. സോ വി റൈറ്റ് F1 ഈക്വൽ ടു F2. അതിന് വേണമെങ്കിൽ നമുക്ക് F1 അങ്ങ് എടുക്കാം. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് ഫോഴ്സുകൾക്കും ഈക്വൽ മാഗ്നറ്റ്യൂഡ് ആണ്. പക്ഷെ ഡിറക്ഷൻ സെയിം ആണോ? ഫിഗറിൽ നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം ഡിറക്ഷൻസ് സെയിമേ അല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂളോംസ് ഫോഴ്സിലെ വെക്റ്റർ ഫോമിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ F1ഉം F2ഉം ഈക്വൽ മാഗ്നറ്റ്യൂഡ് ആണ്, പക്ഷേ ഡിറക്ഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ F1ന്റെയും F2ന്റെയും റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യൂസിങ് പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ ആദ്യം പാരലോഗ്രാം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഫിഗറിൽ നോക്കുക. ദെൻ ഡ്രോ ദ ഡയഗണൽ. അപ്പോൾ ഡയഗണലിന്റെ വാല്യൂ ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ ഇവിടെ F1ഉം F2ഉമാണ് ഇവിടത്തെ ഫോഴ്സുകളെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ അനുസരിച്ച് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ലോ ഓഫ് കൊസൈൻ ഉപയോഗിച്ച് എഴുതിയാൽ എങ്ങനെ എഴുതും? Resultant force F equals root of F1² plus F2² plus 2F1 F2 cos theta. ഇക്വേഷൻ നമ്മൾ ലോ ഓഫ് കൊസൈൻ എന്ന് പറയാം. ഇവിടെ കോസ് തീറ്റ എത്രയാണ്? വളരെ ക്ലിയർ ആണ്, 60 ഡിഗ്രിയാണ്. ബിക്കോസ് ദ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ. അപ്പോൾ നമുക്ക് അവിടെ കാണാം F1ന്റെയും F2ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ 60 ആണെന്ന് കാണാം. സോ നൗ നമ്മൾ ഇക്വേഷനിൽ നമ്മൾ വേണ്ട മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ റൂട്ട് ഓഫ് ഇപ്പോൾ F1 F2 ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ F1 F2ന് വരെ നമ്മൾ F1 തന്നെ കൊടുക്കുന്നു. അപ്പോൾ എന്തെഴുതും? റൂട്ട് ഓഫ് F² പ്ലസ് F² പ്ലസ് 2 ഇൻറ്റു F ഇൻറ്റു കോസ് 60. കോസ് 60യുടെ വാല്യൂ 1/2. സോ റൂട്ടിനകത്ത് ആ 2 മൂന്നാമത്തെ ടേമിലുള്ള 2ഉം കോസ് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ റൂട്ടിനകത്ത് എന്ത് വരും? F² പ്ലസ് F² പ്ലസ് F². So what's the equation now? Root of 3F². എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3F², റൂട്ട് 3 ഇൻറ്റു F²ന്റെ സ്ക്വയർ റൂട്ട് എഴുതുന്നു F. So the resultant force acting on the charge at the corner C is root 3F. ഇപ്പൊ നമുക്ക് ക്യൂവിന്റെയൊക്കെ വാല്യൂ അറിയാമായിരുന്നെങ്കിൽ, ആ എയുടെയൊക്കെ ആ സൈഡിന്റെ നീളമൊക്കെ അറിയാമായിരുന്നെങ്കിൽ നമുക്കിതൊരു ഫൈനൽ ഒരു ആ ഫോഴ്സിന്റെ വാല്യൂ നമുക്കൊരു നമ്പറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇത്ര ന്യൂട്ടൺ ആണെന്നുള്ളത്.
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ആ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിനെ തുടർച്ചയായിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം തരികയാണ്. ഓക്കെ, സ്ക്രീനിൽ അത് നോക്കി എഴുതിയെടുക്കുക. ഇപ്പോൾ ഞാൻ ട്രയാങ്കിളിൻ്റെ സ്ഥാനത്ത് ഒരു സ്ക്വയർ എടുക്കാം. ഓക്കെ, സ്ക്വയർ ABCD. ഇവിടെ നിങ്ങൾ സ്ക്വയറിൻ്റെ ആ സൈഡ് A എന്നോ D എന്നോ എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊള്ളുക. ഇവിടെ ഞാൻ D എന്ന അല്ലെങ്കിൽ AD എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ചാർജുകളുണ്ട് 4 കോർണറിലായിട്ട്. ഇതിൽ ABCD എന്ന് ഞാൻ ക്ലോക്ക് വൈസിലാണ് ആ കോർണേഴ്സ് ലേബൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് C എന്ന് പറയുന്ന കോർണറിലുള്ള ചാർജിലുള്ള റിസൾട്ടന്റ് ഫോഴ്സാണ്. ആ C എന്ന് പറയുന്ന ചാർജിനെ ഞാൻ ഇരിക്കുന്ന സിയിലിരിക്കുന്ന ചാർജിനെ -Q എന്ന് എടുക്കുന്നു. എയിലും ബിയിലും ഡിയിലിരിക്കുന്ന ചാർജ് +Q എന്നും എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ C എന്ന് പറയുന്ന ചാർജ് അല്ലെങ്കിൽ C എന്ന് പറയുന്ന കോർണറിലിരിക്കുന്ന ചാർജിൽ ബാക്കി 3 ചാർജുകൾ കൊണ്ട് റിസൾട്ടന്റ് അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ഉണ്ടാകും, അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, C എന്ന് പറയുന്ന കോണിലിരിക്കുന്ന ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ ആ C എന്ന് പറയുന്ന കോണിലിരിക്കുന്ന ചാർജിൽ A എന്ന് പറയുന്ന കോണിലിരിക്കുന്ന ചാർജ് കൊണ്ടും B എന്ന് പറയുന്ന കോണിലിരിക്കുന്ന ചാർജ് കൊണ്ടും D എന്ന് പറയുന്ന കോണിലിരിക്കുന്ന ചാർജ് കൊണ്ടും ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ 3 ഫോഴ്സുകളും അട്രാക്റ്റീവാണ്. എന്താണ് കാരണം? എയിലും ബിയിലും ഡിയിലും ഇരിക്കുന്ന ചാർജുകൾ പോസിറ്റീവാണ്. C എന്ന് പറയുന്ന കോണിലിരിക്കുന്ന ചാർജ് നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്തായിരിക്കും? അട്രാക്ഷനാണ്. അപ്പോൾ ആ ഫോഴ്സ് വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ 3 ഫോഴ്സുകളും എങ്ങോട്ട് വരയ്ക്കും? എയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആ ഡയഗണലിലൂടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ബി എന്ന് പറയുന്ന കോർണറിലിരിക്കുന്ന ചാർജിലേക്ക് സിയിൽ നിന്നുള്ള ഫോഴ്സ് നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഡി എന്ന് പറയുന്ന കോർണറിലിരിക്കുന്ന ചാർജിലേക്ക് ഉള്ള ഫോഴ്സും ആ ചിത്രത്തിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫോഴ്സിൻ്റെ വെക്റ്റർ ഡയഗ്രാം കാണാം. അതിൽ ഞാൻ ആ 3 ഫോഴ്സുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ C എന്ന് പറയുന്ന കോർണറിലിരിക്കുന്ന നെഗറ്റീവ് ചാർജിൽ മറ്റ് 3 കോർണറിലിരിക്കുന്ന ചാർജുകൾ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സുകൾ വെക്റ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണും. ഇനി നിങ്ങൾ പാരലോഗ്രാം ലോ ഉപയോഗിക്കുക, എന്നിട്ട് റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ പ്രത്യേകത 4 പേരും ഒരേ സൈനുള്ള ചാർജ് അല്ല, 3 പേരെ പോസിറ്റീവായിട്ടുള്ളൂ. നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ചാർജ് ഇവിടെ നെഗറ്റീവാണ്. സോ ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് വരികയാണ്. അതായത് ഒരു മൂന്നാമതായിട്ടൊരു ഇപ്പോൾ 2 ചാർജുകൾ ഒരു ലൈനിലിരിക്കുകയാണ്. 2 ചാർജുകൾ ഒരു ലൈനിലിരിക്കുമ്പോൾ ഈ ചാർജുകൾ ലൈക്ക് ആവാം, അൺലൈക്ക് ആവാം. ഞാൻ മൂന്നാമതൊരു ചാർജ് കൊണ്ട് പ്ലേസ് ചെയ്യാണ് ഈ ലൈനിൽ. അപ്പോൾ ലൈനിൽ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് 3 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, ഈ 2 ചാർജുകളുടെ ഇടയ്ക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഒന്നാമത്തെ ചാർജിൻ്റെ ലെഫ്റ്റിൽ വയ്ക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ചാർജിൻ്റെ റൈറ്റിൽ വയ്ക്കാം. ഇതിൽ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷൻ. എന്താണ്? മൂന്നാമതൊരു ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ ദാറ്റ് ചാർജ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. വാട്ട് ഈസ് ഇക്വിലിബ്രിയം? The resultant force on the charge is 0. അപ്പോൾ മൂന്നാമത്തെ ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ അതിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ആ ചാർജ് എന്തിലാണെന്ന് പറയും? നമ്മൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇതിൽ 2 ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ആയിട്ട്. ഒന്ന്, ലൈക്ക് ചാർജ് ആണെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യണം? ഇക്വിലിബ്രിയത്തിലാവാൻ. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ തേർഡ് ചാർജ് എവിടെ പ്ലേസ് ചെയ്യണം? ഇക്വിലിബ്രിയത്തിലാകാൻ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു ലൈക്ക് ചാർജസ്. ലൈക്ക് ചാർജസ് പറയുമ്പോൾ 2 ചാർജുകൾ പോസിറ്റീവ് അല്ലെങ്കിൽ 2 ചാർജുകൾ നെഗറ്റീവ്. അപ്പോൾ മൂന്നാമത് ഞാനൊരു ചാർജ് കൊണ്ട് വയ്ക്കുകയാണ്. അതിനെ ഞാൻ ക്യാപിറ്റൽ Q എന്ന് എടുത്താൽ ആ ചാർജ് എവിടെ വയ്ക്കണം? അപ്പം ഞാനൊരു എക്സാമ്പിളിലൂടെ തന്നെ ഇത് വ്യക്തമാക്കാം. അപ്പോൾ ഫിഗർ നിങ്ങൾ നോക്കുക, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. ഞാൻ അവിടെ 2 ചാർജ് വെച്ചിട്ടുണ്ട്. ഒരു Q ചാർജും ഒരു 4Q ചാർജും. രണ്ടും പോസിറ്റീവാണ്. +Q ആൻഡ് +4Q.
സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. അപ്പോൾ ഞാൻ തേർഡ് ചാർജ് ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു തേർഡ് ചാർജ് കൊണ്ടുവയ്ക്കുന്നു. ആ ചാർജും പോസിറ്റീവായിട്ട് തന്നെ വിചാരിക്കുക. ആ ചാർജ് ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ ഇക്വിലിബ്രിയം ആകുമോ, അതേ ലെഫ്റ്റിൽ വെച്ചാൽ ഇക്വിലിബ്രിയം ആകുമോ, അതേ റൈറ്റിൽ വെച്ചാൽ ഇക്വിലിബ്രിയം ആകുമോ എന്ന് നോക്കുക. അപ്പോൾ തേർഡ് ചാർജ് Q നമ്മൾ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായി എവിടെ ഈ ചാർജ്, ഈ രണ്ട് ചാർജുകൾ, ഇപ്പോൾ ചാർജുകൾ അറിയാലോ, +Q ആൻഡ് +4Q, ഇതിൽ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനായിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. ഞാൻ ഒന്നാമത്തെ ചാർജിൻ്റെ അല്ലെങ്കിൽ +Q ചാർജിൻ്റെ ലെഫ്റ്റിൽ വയ്ക്കുകയാണ്. ചാർജുകളെ ജോയിൻ ചെയ്ത് ലൈൻ വരച്ചിട്ടുള്ളത് കാണാം. ലെഫ്റ്റിൽ വയ്ക്കുകയാണ്. ലെഫ്റ്റിൽ വയ്ക്കുമ്പോൾ ആ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജിൽ +Q ചാർജ് കൊണ്ടും ഫോഴ്സ് ഉണ്ട്, +4Q ചാർജ് കൊണ്ടും ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ വച്ചിട്ട് നോക്കിയാൽ ആ രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണെന്ന് കാണാം. അപ്പോൾ ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിൽ വന്നാൽ എപ്പോഴെങ്കിലും 0 ആകുമോ? ഇല്ല. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയാലേ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ മിഡിൽ വെച്ച് നോക്കി, മിഡിൽ വയ്ക്കുക, അല്ലെങ്കിൽ ആ മിഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സാക്ട് മിഡിൽ എന്നല്ല, ആ രണ്ട് ചാർജുകളുടെ ഇടയ്ക്കുള്ള സ്പേസിൽ എവിടെയാണോ വയ്ക്കൂ, വെച്ച് നോക്കിയാൽ കാണാം അവിടെ +Q ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സും +4Q ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഒരു സ്യൂട്ടബിൾ പൊസിഷൻ വന്നാൽ ഈ ഫോഴ്സുകൾ ഈക്വലും ആകും, ഓപ്പോസിറ്റുമാണ് ഡയറക്ഷൻ. സോ റിസൾട്ടന്റ് ഫോഴ്സ് ബിക്കംസ് 0. അപ്പോൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ തേർഡ് ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ, അതായത് ആ ചാർജുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ഒരു തേർഡ് ചാർജ് കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ആ ചാർജ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ആ രണ്ട് ചാർജുകളുടെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കണം. ഇനി നമ്മൾ ആ രണ്ടാമത്തെ ചാർജിന്റെ റൈറ്റിലാണ് ഇതേ ചാർജ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോഴും കാണാൻ കഴിയുക, ഞാൻ ആദ്യം ഒന്നാമത്തെ ചാർജിന് ലെഫ്റ്റിൽ വയ്ക്കുമ്പോൾ എന്താണോ അവസ്ഥ അതുപോലെ തന്നെയാണ്. കാരണം ഫോഴ്സുകൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരും. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ഒരിക്കലും 0 ആവില്ല. അപ്പോൾ ഞാൻ ഇനി ആ പ്രോബ്ലം തുടരുകയാണ്. അപ്പോൾ ഞാൻ ആ Q എന്ന് പറയുന്ന ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് പ്ലേസ് ചെയ്തു, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ Q, ചാർജ് +Q. ഫിഗറിൽ നോക്കുക. അപ്പോൾ ബാക്കി 4Q എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? d - x. ഇനി നമ്മൾ ഫോഴ്സ് എഴുതുന്നു. ആദ്യത്തെ Q ചാർജും +Q ചാർജും തമ്മിലുള്ള ഫോഴ്സ് എഴുതുകയാണ്. അപ്പോൾ ആ ഫോഴ്സ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ഒന്ന് നോക്കുക. 1/4πε0 ന് പകരം നമുക്കൊരു കോൺസ്റ്റന്റ് k ഉപയോഗിക്കാം. ഇൻറ്റു സ്മോൾ q ഇൻറ്റു ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ x². ഈക്വൽ ടു, ഇനി 4Q ആയിട്ടുള്ള ഫോഴ്സ് എങ്ങനെ എഴുതും? 1/4πε0, ഞാൻ അതിനെ k എന്ന് കൊടുക്കുകയാണ്. k ഇൻറ്റു 4Q ഇൻറ്റു ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ d - x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡിലുള്ള ആ കോൺസ്റ്റന്റ് ക്യാൻസൽ ചെയ്ത്, അല്ലെങ്കിൽ 1/4πε0 ടൈം ക്യാൻസൽ ചെയ്ത് പോയി. സ്മോൾ ക്യൂവും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടും 1/x². റൈറ്റ് സൈഡ് കിട്ടുന്നത് 4 ഡിവൈഡഡ് ബൈ d - x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ d - x ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ x² ഈക്വൽ ടു 4 എന്ന് കിട്ടും. അങ്ങനെയാണ് റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? d - x ഡിവൈഡ് ബൈ x ഈക്വൽ ടു +or-2. കാരണം 4ന്റെ സ്ക്വയർ റൂട്ട് എഴുതുമ്പോൾ +2 വരാം, -2 വരാം. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. d - x ബൈ എക്സിന്റെ വാല്യൂ +2 ആണെങ്കിൽ എന്ത് വരും? നമുക്ക് d ഈക്വൽ ടു -x റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3x എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു d/3 എന്ന് കിട്ടും. ഇനി d - x ഡിവൈഡ് ബൈ എക്സിന്റെ വാല്യൂ നമ്മൾ -2 എന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് d - x ഈക്വൽ ടു -2x എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ x കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് -d എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ എക്സിന് ഇപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് x ഈക്വൽ ടു d/3 കിട്ടിയിട്ടുണ്ട്, ഒന്ന് x ഈക്വൽ ടു -d കിട്ടിയിട്ടുണ്ട്. ഇത് ഏതാ എടുക്കുക? നമ്മൾ അതായത് Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ x എന്ന് എടുത്തത്. അത് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്കിവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണ്? d/3 ആണ്. കാരണം x ഈക്വൽ ടു -d എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ, അല്ലെങ്കിൽ ആ Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും അപ്പുറത്തേക്ക് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യുമ്പോൾ അത് ഈ ചാർജിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ Qനും 4Qനും ഇടയ്ക്കുള്ള ഒരു പൊസിഷൻ അല്ല. ആ Q എന്ന് പറയുന്ന ചാർജിന്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ എക്സിന്റെ വാല്യൂ -d കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ചാർജിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ കണ്ടതാണ്, ആ Q എന്ന് പറയുന്ന ചാർജിന്റെ ലെഫ്റ്റിൽ വെച്ചാൽ ഒരിക്കലും ഫോഴ്സ്
റിസൾട്ടന്റ് ഫോഴ്സ് 0 ആവില്ല, അല്ലെങ്കിൽ ആ വച്ച ചാർജ് ഒരിക്കലും ഇക്വിലിബ്രിയത്തിലേക്ക് വരത്തില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ വാല്യൂ ഏതാണ്? എക്സ് ഈക്വൽ ടു d/3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വ്യക്തമായി ഈ പ്രോബ്ലം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ഒരു തേർഡ് ചാർജ് വയ്ക്കുകയാണ്. അത് ഇപ്പോൾ നമ്മൾ ലൈക്ക് ചാർജസിൻ്റെ കേസാണ് പറഞ്ഞത്. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഈ തേർഡ് ചാർജ് നമുക്ക് എവിടെ വെച്ചാൽ ഇക്വിലിബ്രിയത്തിലാകും എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.